ചോദ്യം 1. നിർബന്ധമാക്കപ്പെട്ടത് മക്കയിൽ വെച്ചാണെങ്കിലും ആദ്യമായി നിർവഹിക്കപ്പെട്ടത് മദീനയിൽ വെച്ചാണ്. എന്ത്? ഉത്തരം ജുമുഅ. ചോദ്യം 2. അബുൽ-ഐഫാൻ എന്ന പേരിൽ അറിയപ്പെട്ട അതിഥി സൽക്കാര പ്രിയനായിരുന്ന പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെട്ട ഖലീഫയാരാണ്? ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അറുക്കാതെ ഭക്ഷിക്കാൻ പറ്റുന്ന കരയിലെ ഏക ജീവി ഏത്? ഉത്തരം ജറാദ്. ഇസ്ലാമിലെ സമത്വ സ്വഭാവം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ആരാധന ഏത്? ഹജ്ജ്. പരസ്പരം സ്നേഹം ഉണ്ടാകാനുള്ള ഒറ്റമൂലിയായി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യം ഏത്? സലാം പറയൽ. നബിയെ കഠിനമായി ദ്രോഹിക്കുകയും ഖുർആന്റെ അധിക്ഷേപത്തിന് ഇരയാവുകയും ചെയ്ത പ്രവാചകന്റെ പിതൃ സഹോദരൻ ആര്? അബൂലഹബ്. അന്ത്യനാളിൽ ഭരണം നടത്തുന്ന നീതിമാനായ ഭരണാധികാരി ആര്? ഇമാം മഹ്ദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെക്കുറിച്ച്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണരോഗം എന്തായിരുന്നു? കടുത്ത പനിയും തലവേദനയും. ആരുടെ മടിയിൽ വെച്ചാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്ത ഖലീഫയാരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ 2 പുത്രിമാരെ വിവാഹം കഴിച്ചതിനാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച പേരെന്ത്? ഉത്തരം ദുന്നൂറൈനി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത 2 നബി പുത്രിമാർ ആരൊക്കെ? ഉത്തരം റുഖയ്യ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സൂചനയുള്ള സൂറത്ത് ഏത്? സൂറത്തുൻ നസ്ർ. ഗ്രന്ഥരൂപത്തിലാക്കിയ ഖുർആനിന് മുസ്ഹഫ് എന്ന പേര് നൽകിയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആനിനെ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കാൻ ഉത്തരവിട്ടത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആദ്യം ഇറങ്ങിയ സ്ഥലം ഏത്? മദീനയിലെ ഖുബ എന്ന സ്ഥലം. മറിയം ബീവിയെ പോറ്റി വളർത്തിയ പ്രവാചകൻ ആരാണ്? സക്കരിയ നബി അലൈഹിസ്സലാം. പ്രവാചകന്മാരായ സ്വന്തം ഭർത്താക്കന്മാരിൽ വിശ്വസിക്കാത്ത സ്ത്രീകൾ ആരൊക്കെ? നൂഹ് നബിയുടെയും ലോത്ത് നബിയുടെയും ഭാര്യമാർ. തന്നോടൊന്നിച്ച് പർവ്വതങ്ങളും പക്ഷികളും തസ്ബീഹ് ചൊല്ലിയിരുന്ന പ്രവാചകൻ ആരാണ്? ദാവൂദ് നബി അലൈഹിസ്സലാം. സ്ത്രീകൾ പങ്കെടുത്ത പ്രഥമ യുദ്ധം ഏത്?
ഉഹദ് യുദ്ധം. കഅബാലയത്തിൽ ആദ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം ഏത്? ഹുബൽ. ഷാമിൽ നിന്ന് ഹുബൽ എന്ന വിഗ്രഹം മക്കയിൽ കൊണ്ടുവന്ന് കഅബയിൽ പ്രതിഷ്ഠിച്ചത് ആര്? ഉത്തരം അംർ ബിൻ ലുഹയ്യ്. അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്ര? 8 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കച്ചവട യാത്ര എപ്പോൾ, എവിടേക്ക്? 12 വയസ്സിൽ ഷാമിലേക്ക്. ആദ്യമായി ബിസ്മി എന്നെഴുതിയ സ്വഹാബി ആര്? ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു. മുസ്ലിമുകൾ ആദ്യമായി ഒരു നാവിക സൈന്യം രൂപീകരിച്ചത് ആരുടെ കാലത്താണ്? ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളി ഏത്? മക്കയിലെ മസ്ജിദുൽ ഹറാം. ഭൂമിയിൽ രണ്ടാമതായി സ്ഥാപിക്കപ്പെട്ട പള്ളി ഏത്? മസ്ജിദുൽ അഖ്സ. ഹജ്ജത്തുൽ വദാഇന് ശേഷം എത്ര മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിട്ടുണ്ട്? 3 മാസം. പ്രവാചകൻ സഞ്ചരിക്കുന്ന വഴികളിൽ മുള്ളുകളും മാലിന്യങ്ങളും വിതറിയിടുന്നത് അവരുടെ പതിവായിരുന്നു. ആരായിരുന്നു അത്? അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ. നിസ്കാരത്തിൽ ഓതുന്ന സ്വലാത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണ്? സ്വലാത്തുൽ ഇബ്രാഹിമിയ. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം രാജകുടുംബം ഏത്? ഉത്തരം അറക്കൽ രാജകുടുംബം. പള്ളിയിൽ അല്ലാതെ ശരിയാകാത്ത ഏക ആരാധന ഏതാണ്? എഴുത്തിക്കാഫ്. അബൂജഹലിൻ്റെ തല അറുത്ത് നബിയുടെ അടുക്കലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന സ്വഹാബി ആര്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. സയ്യിദുൽ അൻസാർ എന്നറിയപ്പെട്ട ബദറിലെ അൻസാറുകളുടെ പതാകവാഹകൻ ആര്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അമീനുൽ ഉമ്മ എന്നറിയപ്പെടുന്നത് ആരാണ്? അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. സാഹിബൽ ഹൂത്ത് എന്നറിയപ്പെട്ട പ്രവാചകൻ ആര്? യൂനുസ് നബി അലൈഹിസലാം. മക്ക വിജയവേളയിൽ പ്രവാചക സന്നിധിയിൽ വെച്ച് മുസ്ലിമായ ഖുറൈശി നേതാവ് ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. മനുഷ്യനാണ് മലക്കല്ല, പുരുഷനാണ് സ്ത്രീ അല്ല, മാതാവും പിതാവും ഇല്ല. ആരാണിത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്വിസ് പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യുക. പുതിയ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാനും മറക്കരുത്.